ഇറഗുലർ ആയിട്ടുള്ള ഒരു പീരീഡ് സൈക്കിളിനെ സീഡ്സ് യൂസ് ചെയ്തുകൊണ്ട് റെഗുലർ ആക്കുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെയാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസിൽ ഡിഫറെന്റ് സീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുന്നത് വഴി നമ്മുടെ പീരീഡ് സൈക്കിൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഹൈ ന്യൂട്രിയൻസ് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുകയും അതുവഴി ഹോർമോൺസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പീരീഡ്സ് റെഗുലർ ആക്കുകയും ചെയ്യും. ഈ സീഡ് സൈക്ലിംഗ് പറയുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ള ആൾക്കാർക്ക് അവർ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് ഫേസ് കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. കൂടാതെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഓരോരോ ഫേസിലും ഡിഫറെന്റ് സീഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിനെപ്പറ്റിയും അറിയുന്നുണ്ടാവില്ല. അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത്. PCOS, PCOD, അതുപോലെ ഇറഗുലർ പീരീഡ്സ് കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകുന്നവർക്ക്, മെനോപോസ് ആയവർക്ക്, PMS അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോംസിന്റെ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സീഡ് സൈക്ലിംഗ് വളരെ യൂസ്ഫുൾ ആണ്. അത് പ്രോപ്പർ ആയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. സീഡ് സൈക്കിളിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സൗഖ്യയിലുള്ള PCOD PCOS ചാലഞ്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനായി താഴെ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.